ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അവരുടെ ക്ലാസ്സാണ്. ഫൈനൽ എക്സാമിന് 16 ദിവസങ്ങളെ ബാക്കിയുണ്ടാവും. കുറേ ലേറ്റ് ആയിട്ടായിരിക്കും സിയോക്ക് ക്ലാസ്സിലേക്ക് വരുന്നത്. യാങ്സു ആ സമയം ഉറങ്ങിയിരിക്കും. അവന് സിയൂണിനെ വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. അവൻ നേരെ മറ്റേ ഗ്യാങ്ങിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. ശേഷം സ്റ്റുഡൻസ് എല്ലാവരും ലാബിലേക്ക് വരും. യാങ്സു അവിടെയും ഉറങ്ങാൻ കിടക്കും. സിയോക്കിനെ അവരുടെ കൂട്ടത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ഇതുവരെ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വന്നല്ലോ, എപ്പോ? അപ്പോഴായിരിക്കും അവൻ മറ്റേ ഗ്യാങ്ങിൻ്റെ കൂടെയുള്ളതായി അവൻ കാണുന്നത്. സിയൂൺ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറയും. നിനക്കെന്താ പറ്റിയേ? മറ്റവരുമായെന്താ? നീ എന്താ പെട്ടെന്ന് അവരുടെ കൂടെ കൂടിയത്? ഞാൻ ഇഷ്ടമുള്ളവരുടെ ഒപ്പം കൂടും. തുടക്കം മുതലേ അവൻ എനിക്ക് പട്ടി വിലയാണ് തന്നത്. അവൻ എന്നെ ഒരിക്കലും ഒരു ഫ്രണ്ടായി കണ്ടിട്ടില്ല. വെറും ഒരു വാലായാണ് അവൻ കണ്ടിരുന്നത്. അപ്പോൾ ബാക്കിൽ യാങ്സു ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടാവും. ഒന്നും പറയാതെ സിയോക്ക് അവിടുന്ന് പോകുന്നു. ശേഷം സിയോക്കും ഗ്യാങ്ങും വീണ്ടും പബ്ബിലേക്ക് ചെല്ലും. അവിടെ യോങ്ബിനും ഉണ്ടാവും. അവൻ്റെ കൂട്ടുകാരനായ വൂയോങ് എന്നൊരുത്തനെ പരിചയപ്പെടുത്തും. അവനൊരു ഫൈറ്ററായിരിക്കും. യോങ്ബിൻ, സിയൂണും യാങ്സുവുമായി നീ തെറ്റിപ്പിരിഞ്ഞെന്ന് കേട്ടല്ലോ, അതെങ്ങനെ സംഭവിച്ചു? അവൻ, യാങ്സുവിൻ്റെ വിചാരം അവനൊരു രാജാവാണെന്ന. യോങ്ബിനും അവനെ കൊണ്ട് വലിയ ശല്യമാണ്. അവൻ എങ്ങനെയും തീർക്കണം. പിന്നെ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിൽ സിയോക്കിനോട് സോറി പറയും. ശേഷം സിയൂൺ അവൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ യാങ്സു നിൽപ്പുണ്ടാകും. നമുക്ക് രാത്രി മൊത്തം ഒന്ന് കറങ്ങാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലെ റൂം നമ്പർ പറഞ്ഞു കൊടുത്ത് ഈ ഫുഡ് അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയും. അപ്പോൾ നീ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ഏയ്, ഇതൊരു എക്സസൈസായി കൂട്ടിയാൽ മതി. ഞാൻ വേറൊരു ഡെലിവറി കൊടുത്തിട്ട് വരാമെന്ന് പറയും. ശേഷം അവരൊരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കും. സിയൂൺ, ലിയൂൺ നന്നായി ജോലി ചെയ്യുന്നുണ്ടോ? ആ, അവൾക്ക് ആ കഴിവുണ്ട്. എല്ലാവരുമായി ഒത്തുപോകുന്നുണ്ട് എന്ന് പറയും. സിയോക്കിനെ അവന്മാർ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ അവർക്ക് ഷൂസും ഡ്രസ്സും വാങ്ങിക്കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡ്രിങ്ക്സിൻ്റെ കാശും കൊടുക്കുന്നത് അവനാണ്. ചിലപ്പോൾ അവനാണ് അവരെ യൂസ് ചെയ്യുന്നതെങ്കിലോ? അവന് ആദ്യം മുതലേ അത് വേണമായിരുന്നു. പോപ്പുലർ ആവണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവൻ നമ്മുടെ പിന്നാലെ നടന്നത്. നമ്മുടെ കൂടെ നടന്നപ്പോൾ വലിയ ആളായെന്ന അവൻ്റെ വിചാരം. ശേഷം അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ സിയൂക്ക് സിയൂണിൻ്റെ അടുത്ത് നിന്ന് മാറി മറ്റവരുടെ അടുത്ത് ചെന്നിരിക്കും. അതിനുശേഷം സിയൂണും യാങ്സുവും ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അവിടെ എല്ലാവരും വരി വരിയായി ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് സിയോക്കിൻ്റെ ഗ്യാങ് മൊത്തം ലൈൻ തെറ്റിച്ച് മുമ്പിലേക്ക് കയറിപ്പോകും. ഇത് കണ്ട യാങ്സു അവരോട് പോയി ലൈനിൽ നിൽക്കാൻ പറയും. നിങ്ങൾക്കെന്താ വരി കണ്ടുകൂടെ എന്ന് ചോദിച്ച് ഒരുത്തനെ എടുത്തങ്ങ് എറിയും. പോയി വരിയിൽ നിൽക്കടാ എന്ന് പറയുന്നതും എല്ലാവരും അവിടെ പോയി നിൽക്കും. സിയോക്ക് അനങ്ങില്ല. പോയി ലൈനിൽ നിൽക്കുമെന്ന് പറയുമ്പോൾ പറ്റില്ലെന്ന് പറയും. എന്നിട്ട് അവരുടെ ഗ്യാങ് പുറത്തേക്ക് പോകും. ആ കള്ളപ്പന്നി ആളുകൾക്ക് പട്ടി വിലയെ കൊടുക്കുന്നുള്ളൂ. അതങ്ങനെ ഒരു സാധനം. സിയോക്ക്, അവനെ ഇടിച്ചു പൊളിക്കാൻ പറ്റുന്ന ആരേലും ഉണ്ടോ? ഞാൻ കാശ് കൊടുക്കാം. അവനെ തീർക്കാൻ പറ്റുന്ന ആരേലും ഉണ്ടോ? ഉണ്ട്, വുയോങ്. അന്ന് ആ പബ്ബിൽ വെച്ച് കണ്ടില്ലേ അവൻ. എന്നിട്ട് അവൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുക്കും. ശേഷം അവനെ ചെന്ന് കാണും. എത്ര തരുമെന്ന് ചോദിക്കുമ്പോൾ 1 മില്യൺ വോൺ എന്ന് പറയും. ഡേറ്റ് എന്നാ? ഈ ശനിയാഴ്ച. അന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ആ നേരത്താണ് അവരിൽ ഒരുത്തൻ, അല്ല, അന്നൊരു കോമ്പറ്റീഷനിൽ യാങ്സു ഇവനെ തോൽപ്പിച്ചതല്ലേ? അത് കുറേ നാൾ മുമ്പല്ലേ. യാങ്സു അതൊക്കെ വിട്ടു. പക്ഷേ വുയോങ് ഇപ്പോഴും ഫൈറ്ററാ. ശേഷം യാങ്സു ഡെലിവറിക്ക് പോയ സമയം അവന്മാർ അവൻ്റെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് മുറിച്ച് കളയും. അങ്ങനെ ഇതൊന്നും അറിയാതെ വണ്ടി എടുത്തതിന് ശേഷമാണ് ബ്രേക്ക് ഇല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നത്. പരമാവധി വണ്ടികളെ വെട്ടിക്കുമെങ്കിലും അവിടുന്ന് അവൻ വീഴുന്നു. നാട്ടുകാരൊക്കെ വട്ടം കൂടും. ഇത് കണ്ട് മറ്റവന്മാർ അവിടുന്ന് സ്കൂട്ടാവുന്നു. യാങ്സു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടായിരിക്കും അവൻ വരുന്നത്. അവൻ്റെ കാലിനായിരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാവുക. എന്നിട്ട് ഇൻ്റർവെൽ സമയത്ത് സിയൂൺ, കാലിനെന്താ പറ്റിയേ? ഒന്നുമില്ലെന്ന് പറയും. അങ്ങനെ ശനിയാഴ്ച അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സിയൂണും ലിയൂണും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. ശേഷം ലിയൂണിന് സിയോക്കിൻ്റെ മെസ്സേജ് വരും. പാർട്ടി റൂമിലാണോ എന്ന് ചോദിച്ച്. ഞാനിവിടെ അടുത്തുണ്ട്, നമുക്ക് കണ്ടാലോ? ലിയൂൺ സിയൂണിനോട്, നിങ്ങൾ സിയോക്കുമായുള്ള കമ്പനി വിട്ടില്ലേ? ആ, അതെന്താ പെട്ടെന്ന് ഇപ്പോൾ അവനെപ്പറ്റി? സിയോക്ക്, സിയൂണും യാങ്സുവിനോടും പറയാതെ പുറത്തേക്ക് വാ, അവന് കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് ആണെന്ന് കരുതി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം അവൾ സിയോക്കിനെ കാണും. കുറേ ആയില്ലേ കണ്ടിട്ട്, സുഖമല്ലേ?
അന്ന് അങ്ങനെ ഉണ്ടായതിൽ സോറി. അപ്പോഴാണ് അവിടെ സിയോക്കിൻ്റെ ഗ്യാങ് ഉള്ളതായി കാണുന്നത്. എന്നിട്ട് സിയൂണും യാങ്സുവും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയൂൺ എന്താ ഇഴഞ്ഞിട്ടാണോ വരുന്നത്? എന്താ ഇത്ര നേരം എടുക്കുന്നത്? വിശന്നിട്ട് വയ്യ. എന്നാൽ നീ അവളെ വിളിക്ക്, ഞാൻ ഫുഡ് എടുക്കാം. അങ്ങനെ അവളെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടാകില്ല. ആ സമയം യാങ്സുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അതിൽ ലിയൂൻ്റെ ഫോട്ടോ ആയിരിക്കും ഉള്ളത്. അത് സിയോക്ക് അയച്ചതാണ്. അപ്പോൾ അവൾ സിയോക്കിനെ പറ്റി ചോദിച്ചത് അവന് ഓർമ്മ വരും. നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറയും. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്ത് ആ ചാറ്റ് മൊത്തം ഡിലീറ്റാക്കി അതിലവനെ ബ്ലോക്ക് ചെയ്ത് അത് സ്വിച്ച് ഓഫ് ആക്കി സോഫയുടെ ഇടയിൽ തിരുകുന്നു. പെട്ടെന്ന് തന്നെ സിയു യാങ്സുവിനെ ഇതൊന്നും അറിയിക്കാതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം അവൾ അവരുടെ കസ്റ്റഡിയിലായിരിക്കും ഉള്ളത്. സിയോക്ക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയും യാങ്സുവും ഡേറ്റിങ്ങിലാണോ? പൊട്ടത്തരം പറയാതിരിക്കടാ, അല്ല ഇങ്ങനെയൊക്കെയാണല്ലോ റിലേഷൻഷിപ്പുകൾ. എന്നിട്ട് സിയൂൺ അവരുടെ അടുത്തേക്ക് ചെല്ലും. കയ്യിലൊരു സ്പാൻഡറും ഉണ്ടാകും. അവൻ അവളെയും കൊണ്ട് അവിടുന്ന് ഓടുന്നു. ശരിക്കും അവർക്ക് കിട്ടേണ്ടിയിരുന്നത് യാങ്സുവിനെയായിരുന്നു. എന്നിട്ട് വു യോങ് വന്ന് സിയൂണിനെ അടിക്കാൻ തുടങ്ങും. പക്ഷേ അവനൊരു ഫൈറ്റർ ആയതുകൊണ്ട് സിയൂണിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് യോങ് ബിൻ അടിക്കാൻ നിൽക്കുമ്പോൾ സിയോക്ക്, വേണ്ട, അവനെ വിട്, ഇവനോട് എനിക്കൊരു ദേഷ്യവുമില്ല, അവനെ വിട്ടേക്ക്, എനിക്ക് യാങ്സുവിനെ കിട്ടിയാൽ മതി. അപ്പോൾ അത് നിൻ്റെ പ്രശ്നം, ഇവനാണ് എൻ്റെ പ്രശ്നം. ഈ കിടക്കുന്നത് നിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂട്ടുകാരല്ലേ എന്ന് ചോദിച്ച് സിയൂണിനെ തല്ലാൻ തുടങ്ങും. ഇത് കണ്ട് നിൽക്കാനാവാത്ത സിയോക്ക് അവിടുന്ന് പോകുന്നു. അങ്ങനെ തല്ലി തല്ലി എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടാൻ തുടങ്ങും അവനെ. ആ സമയം അവിടേക്ക് പോലീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ അവരെല്ലാം അവിടുന്ന് ഓടിപ്പോകുന്നു. ശേഷം യാങ്സു അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. പെട്ടെന്ന് എഴുന്നേൽക്കും. അവിടെ നോക്കുമ്പോൾ സിയൂണിനെയും ലിയൂണിനെയും കാണുന്നുണ്ടാവില്ല. അവിടെ അടി കൊണ്ട് അവശനായി കിടക്കുന്ന സിയൂണിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.